ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജിയുടെ ഇംഗ്ലീഷ് മീഡിയം സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവരത് കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. Analyze the illustration to point 1.1 and its description and prepare a note on how the parts of central nervous system such as brain and spinal cord are protected. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡാണ് ഈ കാണുന്നത്. ഹെഡിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ സോ കോൾഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഈ ഭാഗത്തിൻ്റെ ഇവിടെയാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ബട്ട് ഒരു യെല്ലോ കവറിങ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മെനിഞ്ചസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ബ്രെയിനിൻ്റെ ആ ഭാഗത്തെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ചുരുൾ വീണ് കിടക്കുന്ന ഈ ഭാഗമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തായിട്ട് ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതൊക്കെ നിങ്ങൾ വേർഡ് കാണാണ്ട് തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പറഞ്ഞിട്ട് അത് മനസ്സിൽ നിൽക്കാത്തവർ പറഞ്ഞ് പഠിക്കുക, എന്നിട്ടും നിൽക്കാത്തവർ എഴുതി പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ അത് ഫ്ലുവൻ്റായിട്ട് കിട്ടും. സോ നമ്മുടെ ഹെഡിലൊരു മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിൻ്റെ അകത്തായിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അതിനകത്തായിട്ടാണ് ബ്രെയിൻ വരുന്നത്. Brain and spinal cords are covered by 3-layered meninges. മെനിഞ്ചസിന് 3 ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സിനകത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഫിൽഡ് ബിറ്റ്വീൻ ദി ഇന്നർ മെംബ്രെയിൻസ് ഓഫ് ദ മെനിഞ്ചസ് ഇൻ ദ ക്യാവിറ്റീസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഇൻ ദ സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡ്. സോ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്ന 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇന്നർ മെംബ്രെയിൻസ് ഓഫ് ദ മെനിഞ്ചസ്, cavities of the brain and in the central canal of the spinal cord. Ependymal cells play a role in the formation of this fluid. Ependymal cells നമുക്കൊന്ന് ബാക്കിലേക്ക് പോയി നോക്കാം. എപ്പൻഡൈമൽ സെൽസ്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്തായിരുന്നു? ബ്രെയിനിൻ്റെയും സ്പൈനൽ ഫ്ലൂയിഡിൻ്റെയും മൈലിൻ ഷീത്ത് ഉണ്ടാക്കുക എന്നുള്ള പ്രൊഡക്ഷൻ ആയിരുന്നു അതിൻ്റെ ഫംഗ്ഷനെങ്കിൽ, ഷ്വാൻ സെൽസ് നെർവ്സിലെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കലാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ് എപ്പൻഡൈമൽ സെൽസാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിച്ച കാര്യങ്ങളുടെ ഫങ്ഷൻസ് ഓരോന്നായിട്ടിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എപ്പൻഡൈമൽ സെൽസ് പ്ലേ എ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദിസ് ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പെർഫോംസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. കാണാതെ പഠിക്കാനുള്ള അടുത്ത ഭാഗമാണ്. പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ്, എലിമിനേറ്റ് വേസ്റ്റ്, റെഗുലേറ്റ് ദ പ്രഷർ, പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്റ്റേർണൽ ഇഞ്ചുറീസ്. നമുക്ക് ബ്രെയിൻ ടിഷ്യൂവിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നു, വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നു, പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നു, എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്ന് സഹായിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചറാണ് പഠിക്കാനുള്ളത്. ബ്രെയിനിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു വലിയ ഇമേജാണ്. നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു തരാം. അല്ലെങ്കിൽ വേണം നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പഠിച്ചു പോവാം. ബ്രെയിൻ സിസ്റ്റമാണ്. ബ്രെയിൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് ബ്രെയിൻ സിസ്റ്റത്തിൽ മുകളിൽ തന്നെ പഠിക്കാം. ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്ന ഭാഗമാണ് ഈ കാണുന്ന ഏരിയ. ഈ കാണുന്ന ഏരിയനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെറിബ്രം എന്ന് വിളിക്കുന്നു. സെറിബ്രം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്. ദ ഔട്ടർ പാർട്ട് വേർ ഗ്രേ മാറ്റർ ഈസ് കോൾഡ് ദി കോർട്ടെക്സ്. അപ്പോൾ ഗ്രേ മാറ്റർ എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു നെർവ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈറ്റോപ്ലാസം അടങ്ങുന്ന അതായത് നമ്മുടെ സെൽ പാർട്ട് ഉണ്ടായിരുന്നല്ലോ, അതായത് ഇങ്ങനെ വരുമ്പോൾ സെൽ ബോഡി എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഭാഗം, സെൽ ബോഡി എന്ന് വിളിച്ചിരുന്ന ഈ ഭാഗവും ആക്സോൺ കഴിഞ്ഞിട്ട് വരുന്ന ആക്സോണൈറ്റ്സ് എന്നുള്ള ഭാഗവും, ആ ഭാഗത്ത് എന്തുണ്ടായിരുന്നില്ല? നോ മൈലിൻ ഷീത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രേ കളറാണ്. ആ ഗ്രേ മാറ്റർ വരുന്ന സെറിബ്രത്തിൻ്റെ ഭാഗത്തെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. ആൻഡ് ദ ഇന്നർ പാർട്ട് വേർ വൈറ്റ് മാറ്റർ ഈസ് കോൾഡ് മെഡുല്ല. സോ സെറിബ്രം ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. വാട്ട് ഈസ് കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. കോർട്ടെക്സ് എന്തായിരുന്നു? ഗ്രേ.
ഗ്രേ മാറ്റർ. ഒരു ആറിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. കോർട്ടെക്സിലും ആറുണ്ട്, ഗ്രേ മാറ്ററിലും ആറുണ്ട്. സോ ഗ്രേ മാറ്റർ ഉള്ള ഭാഗത്തെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. വൈറ്റ് കളറിലുള്ള വൈറ്റ് മാറ്റർ ഉള്ളതിനെ മെഡുല്ല എന്ന് വിളിക്കുന്നു. പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ് ആൻഡ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇത് സെൻറ്റർ ഓഫ് മെമ്മറി ആണ്, ഇൻ്റലിജൻസ് ആണ്, തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ ആണ്, പ്രൊവൈഡ്സ് വേരിയസ് സെൻസറി എക്സ്പീരിയൻസസ്. സോ സെറിബ്രത്തിനെ നമുക്ക് ഏറ്റവും ബ്രീഫ് ചെയ്ത് പറയുന്ന സമയത്ത് സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട്. സെറിബ്രം ഹാസ് 2 parts which is cortex and medulla. Cortex is made up of the gray matter where the myelin sheath is absent and the medulla made up of white matter. What are the major roles in the റോൾസ് ഓഫ് സെറിബ്രം? എന്താണ് വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് സെറിബ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ് ആൻഡ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇറ്റ് ആക്ട് ആസ് ദ സെൻറ്റർ ഓഫ് മെമ്മറി, ഇൻ്റലിജൻസ്, തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദ സെൻസറി എക്സ്പീരിയൻസസ്. നമുക്ക് വേദന, തണുപ്പ്, ചൂട് അല്ലെങ്കിൽ കുളിര്, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും സെൻസറി എക്സ്പീരിയൻസസിൻ്റെ സെൻറ്ററാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സെറിബെല്ലത്തിനെ കുറിച്ചാണ്. സെറിബ്രം നമ്മൾ പഠിച്ചു, നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറിബെല്ലത്തിനെ കുറിച്ചാണ്. സെറിബെല്ലം ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമുക്ക് ഇത് എവിടെയാണ് കാണാൻ പറ്റുക? ഇതാണ് സെറിബെല്ലം. ഈ കാണുന്നത് മുഴുവൻ എന്തായിരുന്നു? സെറിബ്രം ആയിരുന്നു, ലാർജസ്റ്റ് പാർട്ട്. നെക്സ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് സെറിബെല്ലം, വിച്ച് ഈസ് സീൻ ബിഹൈൻഡ് ആൻഡ് ബിലോ ദ സെറിബ്രം. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഈക്വിലിബ്രിയം ഓഫ് ദ ബോഡി ബൈ കോർഡിനേറ്റിംഗ് മസ്കുലാർ ആക്ടിവിറ്റീസ്. ഒരു കോർഡിനേറ്ററാണിത്. എന്താണ്? കോർഡിനേറ്ററാണ്. ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഭാഗമാണ്. ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തലാമസ്. സീൻ ഇൻ ദ ഇന്നർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇതാണ് തലാമസ് എന്ന് പറയുന്ന ഭാഗം. ഇന്നർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതായത് സെറിബ്രത്തിൽ നിന്ന് ഇങ്ങോട്ടും, സെറിബ്രത്തിൽ നിന്ന് അങ്ങോട്ടും, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്ന് പുറത്തേക്കും നമ്മുടെ മെസ്സേജസിനെ പാസ് ചെയ്യുന്ന ആളാണ് ആര്? തലാമസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു വേദന വരുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്ന മരുന്നുകൾ ആക്ട് ചെയ്യുന്നത് തലാമസിലാണ്. അങ്ങനെയാണ് നമുക്ക് വേദന എന്നുള്ളത് കുറയുന്നത്. വേദന കുറയുന്നതല്ല, നമുക്ക് വേദന മനസ്സിലാവാതാവുകയാണ് ചെയ്യുന്നത്. വേദന കുറയുന്നില്ല, വേദന നമുക്ക് മനസ്സിലാവാതാവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെഫ്താളൊക്കെ പോലെയുള്ള പെയിൻ കില്ലേഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? തലാമസിലാണ്. നെക്സ്റ്റ് പഠിക്കുന്നത് ഹൈപ്പോ തലാമസ്. ഒരു ഹോമിയോസ്റ്റാസിസ് കീപ്പ് ചെയ്യുക. ഹോമിയോസ്റ്റാസിസ് ഹെൽപ്സ് ഇൻ maintaining homeostasis by regulating body temperature, hunger, thirst and other emotion. ഈവൻ ഈ സെക്ഷൽ ഇമോഷൻസ് വരെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. അവരുടെ ഹോമിയോസ്റ്റാസിസ് ആണ്. അതായത് മൊത്തത്തിലുള്ള ഈ ബാലൻസിനെയാണ് ദ പ്രോസസ് ബൈ വിച്ച് ലിവിങ് തിങ്സ് കീപ്പ് എ സ്റ്റേബിൾ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഒരു സ്റ്റേബിൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുക. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, വിശപ്പ്, ദാഹം, അങ്ങനത്തെ എല്ലാ നമ്മുടെ സങ്കടം, സന്തോഷം, സെക്ഷൽ ഏർജസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. അപ്പോൾ നമ്മൾ 4 മേജർ പാർട്സ് ആണ് പഠിച്ചത്. സെറിബ്രം എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് പാർട്ടാണ്. കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ഉണ്ട്, നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും വോളണ്ടറി മൂവ്മെൻറ്റിൻ്റെയും ഒക്കെ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. നമ്മുടെ മെമ്മറി, ഇൻ്റലിജൻസ്, തിങ്കിങ്, ഇമാജിനേഷൻ ഒക്കെ വരുന്നത് സെറിബ്രത്തിൽ നിന്നായിരിക്കും. നമ്മുടെ സെൻസറി എക്സ്പീരിയൻസസ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എവിടെ നിന്നാണ്? സെറിബ്രത്തിലാണ്. സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്ററാണ്. ഇക്വിലിബ്രിയം ഓഫ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലമാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. നമ്മുടെ സെറിബ്രത്തിൻ്റെ അടിയിലും താഴെയും ബാക്കിലുമൊക്കെ ആയിട്ടാണ് സെറിബെല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് തലാമസ് ആണ്. തലാമസ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഇന്നർ പാർട്ടിലാണ്, അകത്താണ്. ഇത് നമ്മുടെ റിലേ സ്റ്റേഷനാണ്. സെറിബ്രത്തിൽ നിന്ന് അങ്ങോട്ടും സെറിബ്രത്തിലേക്കും വരുന്ന മെസ്സേജസിൻ്റെ ഒരു റിലേ സ്റ്റേഷനാണ്. നമ്മുടെ പെയിൻ കില്ലേഴ്സൊക്കെ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? തലാമസിലാണ്. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ സൈഡാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇക്വിലിബ്രിയത്തിനെ തന്നെ, അതായത് സെറിബെല്ലം ചെയ്യുന്ന ഏകദേശം ഡ്യൂട്ടി തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന,
ഇമോഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആര് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇനിയൊരു തത്തമ്മനെ വരച്ച പോലത്തെ ഒരു ഭാഗമുണ്ട് ബ്രെയിനിന്. അത് 3 ഭാഗമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യം ഈ റോസ് ഭാഗം മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഇനീഷ്യൽ അസസ്മെൻറ്റ് ഓഫ് മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ്. ദിസ് പാർട്ട് ഹാസ് എ റോൾ ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഐസ് ആൻഡ് ഐബ്രോസ്. കുറച്ചും കൂടിയും ഒരു വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, കാഴ്ചയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുവിൽ നിൽക്കുന്ന ഭാഗം, അങ്ങനെ പഠിച്ചാൽ മതി. ഏറ്റവും അതായത് നമ്മുടെ ഒരു മിനിറ്റ് ഞാനൊന്ന് മായ്ക്കുന്നുണ്ടേ. ഇതാണ് നമ്മുടെ തലാമസ് എന്ന് പറയുന്നത്. തലാമസിന് താഴെയായിട്ടാണ് ഹൈപ്പോ തലാമസ് കാണപ്പെടുന്നത്. ഹൈപ്പോ തലാമസും കഴിഞ്ഞിട്ട് ഉള്ളിലേക്കായിട്ട് നിൽക്കുന്ന ഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അവരുടെ നമ്മളെ വിഷനുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ ഇനീഷ്യൽ മെസ്സേജസ് ഒക്കെ അവിടെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ചലനം, ഐബ്രോസ്, ഇതിനൊക്കെ മാനേജ് ചെയ്യുന്നത് മിഡ് ബ്രെയിൻ ആണ്. നെക്സ്റ്റ് ഭാഗമാണ് പോൺസ്. PONS. It coordinates the muscular activities of the eyes and face, regulate the rate of ventilation. നമ്മുടെ വെന്റിലേഷൻ, അതായത് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് മസ്കുലർ ആക്ടിവിറ്റീസ്, ഇവിടുത്തെ ഐസിൻ്റെയും ഫേസിൻ്റെയും മസ്കുലർ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ. എന്താണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മുടെ റൂമിൽ വെന്റിലേഷൻ കൊടുക്കാറുണ്ട്, വെന്റിലേറ്റേഴ്സ് കൊടുക്കാറുണ്ട് നമ്മൾ മുകളിലായിട്ട് അല്ലേ. അതേപോലെ തന്നെ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ പോൺസ് എന്നുള്ള ഭാഗമാണ്. നെക്സ്റ്റ് വരുന്നതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. കേൾക്കുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള പേര് പോലെ തോന്നും, അതൊരു രസമാക്കി പഠിച്ചാൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എടുത്ത് പോടാൻ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കുറച്ചും കൂടിയും എന്താവും, യൂസ്ഡ് ആയിട്ട് ആ വേർഡ് നമുക്ക് ഓർമ്മയിൽ കിട്ടും. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വൊമിറ്റിംഗ്, കോഫ്, സ്നീസ്. ഓക്കെ, അപ്പോൾ ഞാനിത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഛർദ്ദിക്കാൻ വരുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മെഡുല്ല ഒബ്ലോങ്കേറ്റ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ആയിരുന്നു ഇത് പഠിച്ചിരുന്നത്. എനിക്കറിയാം ഇത് കുറച്ച് വിയേർഡാണ്, അതുപോലെ തന്നെ ഈ വാക്കുകൾ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കതിനോട് യൂസ്ഡ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയും വെന്റിലേഷനും പിന്നെ അതേപോലെ വൊമിറ്റിങ്, കഫ്, സ്നീസ് അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളതാണ്, ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. സെറിബ്രം എന്താണ്? നമ്മുടെ തിങ്കിങ്, മെമ്മറി, ഇമാജിനേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇമാജിനേഷൻ, ഇൻ്റലിജൻസ് ഒക്കെ എന്തിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? സെറിബ്രത്തിനായിട്ടാണെങ്കിൽ സെറിബെല്ലം എന്താണ്? ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. തലാമസിൽ എന്താണ്? തലാമസ് മെയിനായിട്ട് നമുക്ക് എവിടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു റിലേ സ്റ്റേഷനായിട്ടാണ്, റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ്. ഹൈപ്പോ തലാമസ് എന്താണ്? കുറച്ചും കൂടിയും ഇമോഷൻസ് റിലേറ്റഡ് ആണ് അല്ലേ. മിഡ് ബ്രെയിൻ എന്തായിരുന്നു? മിഡ് ബ്രെയിന് വിഷൻ ആൻഡ് ഹിയറിംഗ് എന്നുള്ള ഭാഗത്തിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തിരുന്നത്. ഐബ്രോസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പോൺസ് എന്തായിരുന്നു? പോൺസിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നുണ്ടായിരുന്നത് വെന്റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മസ്കുലാർ ആക്ടിവിറ്റീസ് ഓഫ് ഐസ് ആൻഡ് ഫേസ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്തായിരുന്നു? വൊമിറ്റിങ്, വെന്റിലേഷന്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, തുമ്മൽ, ചുമ പോലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരുന്നു? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആയിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഭാഗങ്ങൾ? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇത്രയുമാണ് ബ്രെയിനിൻ്റെ പാർട്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് സ്പൈനൽ കോഡിൻ്റെ കാര്യം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം. താങ്ക്